ആനേനെ നമ്മൾ കെട്ടിയടിക്കണേക്ക് മുമ്പ്, കെട്ടിയടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടച്ചട്ടക്കാരനായിട്ട് ആണ് പുള്ളി. ഞാൻ ഇല്ലെങ്കിൽ ആനേനെ കൈകാര്യം ചെയ്യാനൊക്കെയാണ്. ഒരു മാസമായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. ഇരുത്തുകയാണ്. അപ്പം ഞാനവിടെ ഉള്ള കാരണം കൊണ്ട് അങ്ങനെ വലിയ അടി കാര്യങ്ങളൊന്നും വേണ്ട പുള്ളിക്ക്. അങ്ങനെ ആ സൈഡ് ആദ്യം വലത്തെ സൈഡ് ഇരുത്തണം ആനയെ. ഇരുന്ന് മെല്ലെ കിടക്കും. വലത്തെ സൈഡ് നമ്മൾ ആദ്യം കിടത്തും. അപ്പം ഞാനവിടെ ഉണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ ആദ്യം എനിക്ക് ചട്ടമുള്ള ആനയല്ലേ. അപ്പം അത് കാരണം കൊണ്ട് ഞാനില്ലെങ്കിലും ആനേനെ കൈകാര്യം ചെയ്യാൻ പറ്റിയ ഒരാളെ, ആനയെ നമ്മുടെ മുതൽ നല്ല രീതിയിൽ നോക്കുന്ന ആൾക്ക് വേണമല്ലോ നമ്മൾ ആനയെ ചട്ടാക്കി കൊടുക്കാൻ. അപ്പം ആനയുടെ മേത്തുനിന്ന് സാധാരണ തലപ്പിട്ടിട്ട് പൊടി തട്ടി കളയുക ചെയ്യുക. പട്ടയുടെ തലപ്പെടുത്തിട്ട് പൊടി തട്ടുക ചെയ്യുക. അതിന് പകരമായിട്ട് ഇങ്ങനെ നമ്മൾ ചാക്ക് കൊണ്ട് ആ പൊടിയൊക്കെ തട്ടിക്കളയണം. അത് നമ്മൾ അംഗീകരിച്ച് വരുമ്പോഴാണ് നമ്മളെ ആന നമുക്ക് ഇരുന്ന് വരുന്നത്. പിന്നെ ഈ പയ്യനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാലങ്ങളായിട്ട് ഈ ആനയുടെ കൂടെ നിന്ന് പട്ട വെട്ടി കൊടുക്കുക, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക എന്നല്ലാണ്ട് അതിനെയൊന്നും ആരും ഒരു പരിഗണന കൊടുത്തിട്ടില്ല. ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ആനേനെ അവൻ നല്ല രീതിയിൽ പൊന്നുപോലെ നോക്കണുണ്ട്. അപ്പോൾ അവന് ആന ചട്ടാക്കി കൊടുക്കാനായിട്ട് മുതലാളിയും പറഞ്ഞു, അവൻ ആന ചട്ടാക്കി കൊടുക്കാൻ പറഞ്ഞു. ഞാനതുപോലെ തന്നെ ചട്ടാക്കി കൊടുക്കണ ഒരു ഇതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ആരും വീഡിയോ ഒന്നും ചെയ്യില്ല. എല്ലാവർക്കും ഭയങ്കര പേടിയല്ലേ. നമ്മളൊന്നും മൂടി വയ്ക്കുന്നില്ല. നമുക്ക് ഇവിടെ ഒന്നും മൂടി വയ്ക്കാനില്ല. ഇവിടെ എല്ലാം ഓപ്പണായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. ആർക്കാണെങ്കിലും എപ്പോൾ ആണെങ്കിലും വന്നാലും നമ്മുടെ കാര്യങ്ങളെല്ലാം പക്ക ക്ലിയർ ആയിരിക്കും. അപ്പം ആ മേത്ത പൊടിയൊക്കെ തട്ടി കൊടുക്കുകയാണ്. പിന്നെ ഒരു മാസമായിട്ട് ആനയുടെ കൂടെ ഉണ്ട് വൻ. ഒരു മാസമായിട്ട് ആനയ്ക്ക് തിന്നാൻ കൊടുക്കാനും ആനയ്ക്ക് ചോറ് കൊടുക്കണം, അവൽ കൊടുക്കണത്, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണത് പുള്ളി തന്നെയാണ്. പ്രവീൺ എന്നാണ് പേര്. മറ്റേ ചക്കുമശ്ശേരി അടുത്താണ് സ്വദേശം. എൻ്റെ കൂടെ കുറേ കാലങ്ങളായിട്ട് ഉണ്ട്. കയറാൻ ആനയ്ക്കൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറേ കാലങ്ങളായിട്ട്. അപ്പോൾ ആ സൈഡ് ആനേനെ എണീപ്പിച്ചു. ഉപദ്രവിക്കേണ്ട ആവശ്യമില്ല, കാരണം ഞാനുണ്ടല്ലോ അവിടെ. അപ്പം ഞാനില്ലാണ്ടാണ് ഇപ്പോൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 10 അടിയൊക്കെ ചിലപ്പോൾ മേടിക്കും. കാരണം ആന ചിലപ്പോൾ അംഗീകരിക്കണമെന്നില്ല. ഇതിപ്പോൾ ആനയ്ക്ക് കാര്യം മനസ്സിലായി. എനിക്ക് രണ്ടാം പാപ്പാനായിട്ടുള്ള ആൾ എന്നെ കെട്ടി അഴിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അത് അവിടെ നിന്ന് എണീപ്പിച്ച്, വേറെ വല്ല ആനകളൊക്കെ ഇങ്ങനെയല്ല കേട്ടോ. എല്ലാ ആനകളും ഈ രീതിക്ക് കെട്ടി അഴിക്കാനൊന്നും പറ്റില്ല. ഇനി അടുത്ത ഈ സൈഡും കൂടി ഇരുത്തും, അടുത്ത സൈഡ് ഇരുത്തും. വലത്തെ സൈഡിൽ ഇരുന്ന് തന്നാൽ പിന്നെ വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് കയറി ചെന്ന് കൈകാര്യം ചെയ്യാതെ ഉപദ്രവിക്കാതിരുന്നാൽ മതി. ആ സൈഡ് കൂടി ഇരുത്തണം. ഇനി ആനോട് ഇരിക്കാൻ പറയും. ഇരിക്കാൻ പറയുമ്പോൾ ആന വാശിയൊന്നും കാണിക്കണില്ല, യാതൊരു വക വാശി കാണിക്കണില്ല. കാരണം ഞാൻ എൻ്റെ ബാക്കിൽ ഇരിപ്പുണ്ടല്ലോ. അത് എനിക്കറിയാം. അത് ഞാൻ പറഞ്ഞു തന്നു. കുറേ കെട്ടി തല്ലി പൊളിച്ച് തവിടുപൊടിയാക്കി കുന്തക്കോലിനടിച്ച് ആനേനെ നശിപ്പിച്ച് ആനേനെ അഴിക്കുകയാണെന്നൊക്കെ അങ്ങനെ കുറേ കാരണങ്ങൾ ആൾക്കാരുകൾ ഇങ്ങനെ ചുമ്മാ അറിയാത്ത കാര്യങ്ങളൊക്കെ അങ്ങനെ കുറേ പറയോണ്ടിരിക്കും. നമുക്ക് ആനയുടെ രീതികൾ അറിഞ്ഞിട്ടാണ് നമ്മൾ ആനയെ കൈകാര്യം ചെയ്യുന്നത്. അങ്ങോട്ട് പിടിച്ചിങ്ങോട്ട് കിടക്കാൻ പറഞ്ഞു. വാശിയൊന്നുമില്ല ആൾക്ക്. ആൾ വാശി പിടിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊന്നുമല്ല, ചങ്ങലേമയൊക്കെ വലിക്കുമ്പോൾ നമ്മളെ ഓടിപ്പിക്കും, പട്ടയൊക്കെ എടുത്തെറിയും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും പുള്ളി. ഇപ്പം ഈ സൈഡും കൂടി ഇരുത്തി ചാക്ക് വെച്ച് പൊടിയൊക്കെ തട്ടി അത് എണീറ്റ് നിന്ന് കഴിയുമ്പോൾ ഞാൻ ഒരു ചങ്ങലില്ലാണ്ട് അഴിച്ചു വിടണ പോലെ അല്ലല്ലോ. പിള്ളേർ പുതിയതായിട്ട് ആന അഴിക്കുമ്പോൾ അവർ ബന്ധുസോട് കൂടിയിട്ട് വേണം ആന അഴിച്ച് മാറ്റാനായിട്ട്. അപ്പം ഞാൻ പിന്നെ അവിടെ തന്നെ നിൽക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനയല്ല എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് നമ്മുടെ അടുത്ത് ചാർജ് ചെയ്താലും ആ പയ്യനൊരാപത്ത് പറ്റാനിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനവിടെ നിൽക്കണത്. അതിന് എൻ്റെ കൈ എത്തണ ഭാഗത്ത് തോട്ടിയും വടിയും അവിടെ ഇരിപ്പുണ്ട്. എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അതെടുത്ത് എനിക്ക് അങ്ങോട്ട് ഓടി ചെല്ലുക വേണ്ടു. ഈ സൈഡൊക്കെ പൊടിയൊക്കെ തട്ടി ഞാനതിനെ വീണ്ടും എണീപ്പിക്കും. എണീറ്റു ഞാൻ ആ തോട്ടി എടുത്ത് പുള്ളിയുടെ കയ്യിലേക്ക് കൊടുത്താ. വേറെ ഒന്നും ചെയ്യാനൊന്നല്ല, എന്നാലും അതൊരു പേടി. തോട്ടി എന്ന് പറയുന്ന സാധനം പേടിയുള്ളവർക്ക്. എണീപ്പിച്ച് നിർത്തി. ഇപ്പം ആൾക്ക് ആന ചട്ടായിണ്ട്. ഇനി ആനയുടെ അടുത്ത് കയറി നിന്ന് ധൈര്യമായിട്ട് കൈകാര്യം ചെയ്യാം. യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്യാം. അപ്പോൾ കയറ്റി നിർത്തി
ഇനി ആ ഫ്രണ്ടിലെ കാല് നമ്മൾ പൂട്ടും. ഇട പൂട്ടുക എന്നാണ് അതിന് പറയുക. ഫ്രണ്ടിലെ കാല് ഇപ്പോൾ ലോക്ക് ചെയ്യും. ഇപ്പം എല്ലാ ആന ഈ ഒരു രീതിയല്ല കേട്ടോ. അപ്പം കെട്ടിയടിക്കുന്ന ആനകൾ മൊത്തം ഇങ്ങനെയാണെന്ന് വിചാരിക്കരുത്. ഇങ്ങനെയല്ല. ചില ആനകളൊക്കെ നല്ല ചിലപ്പോൾ 2-3 ദിവസമൊക്കെ എടുത്തിട്ടൊക്കെ ആയിരിക്കും ആനയെ ഒന്ന് കയറി ചെന്ന് കൈകാര്യം ചെയ്യാനൊക്കെ പറ്റുന്നത്. ചിലപ്പോൾ ഇങ്ങനെ ഇടപൂട്ടാനൊക്കെ ചെന്ന് നിൽക്കുന്ന സമയത്ത് നമ്മളെ കടന്നാക്രമിക്കാം, നമ്മളെ ഉപദ്രവിക്കാം. അങ്ങനെയുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കി വേണം കൈകാര്യം ചെയ്യാൻ. പിന്നെ ഒരാളൊരാനേനെ കൈകാര്യം ചെയ്ത് നിൽക്കുമ്പോൾ അടുത്ത ആൾ നിൽക്കുന്നത് അവന് കാവലായിട്ടാണ്. അപ്പോൾ ഞാൻ നിൽക്കുന്നത് കാവലായിട്ടാണ്. അവൻ എന്തെങ്കിലും ഒന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഓടിച്ചെന്ന് ആനയെ അത് ചെയ്യരുത് എന്ന് പറഞ്ഞ് ഞാൻ ആനയെ എനിക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമ്മളെപ്പോഴും നമ്മുടെ കൂടെ ഉള്ളവരെ ശ്രദ്ധിക്കണം നല്ലോണം. ആനയുടെ ഓരോ മൂവ്മെൻറ്റ് അവർ കണ്ടില്ലെങ്കിൽ നമ്മൾ കണ്ട് വേണം കൈകാര്യം ചെയ്യാൻ. അപ്പം ആനങ്ങനെ പമ്മി നിൽക്കണുണ്ട്, അനങ്ങാതെ നിൽക്കുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനവിടെ നിൽക്കണത് കൊണ്ടാണ് പുള്ളി വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നിൽക്കണേ. ഇതൊന്നും അല്ലാട്ടോ നന്തപ്പനെ ഞാൻ അഴിച്ചപ്പോൾ എൻ്റെ പൊന്നോ. അപ്പം അതാണ്. പിന്നെ ഞാൻ കണ്ടമാനം ഉപദ്രവിക്കാതെ ഞാൻ തക്കട തരികടയിലൊക്കെ ആയിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ ആനയെ അഴിച്ചു കൊടുത്തു. അപ്പോൾ ആനയുടെ രീതി എനിക്കറിയണ കാരണം കൊണ്ട് ഇനി വരുന്ന ആൾക്കാർ ആര് വന്നാലും ഇനിയിപ്പോൾ ഞാൻ മാറേണ്ട സാഹചര്യം വന്നാലും പുതിയൊരു പാപ്പാൻ വന്നാലും ഇത്രേ ഉള്ളൂ കാര്യം. അവർക്ക് ആന ചട്ടാക്കി കൊടുക്കും. ഒരു പൊട്ടോ മുറിവോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് പുള്ളീനെ അഴിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അവിടെ നിന്ന് അഴിച്ചു. ഇനി ആദ്യമായിട്ട് അവനെ കൊണ്ട് പുറത്തേക്ക് ഇറക്കിയാണ്. അയലസ് പിടിച്ചു നടക്കേട കൂട്ടിയിട്ടുണ്ട്. ഫ്രണ്ടിലെ കാല് പൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനിതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നിങ്ങൾ മൊത്തത്തിൽ ഈ ആനക്കാർക്കൊക്കെ ഉള്ള ആ ഒരു കുറേ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടല്ലോ. പിന്നെ എൻ്റെ മുതലാളിയും നല്ല രീതിക്ക് എനിക്ക് സപ്പോർട്ടാണ്. പിന്നെ കുഴപ്പമില്ല, അത് വീഡിയോസുകൾ എടുക്കുമ്പോൾ നമുക്ക് കാണിക്കാവുന്ന രീതിയിലുള്ള വീഡിയോസുകളൊക്കെ നമ്മൾ കാണിക്കും. ഇപ്പം അവനാകെ ഏകദേശം ആന ചട്ടായിട്ടുണ്ട്. വെള്ളം കൊടുക്കാനാണ് ഇപ്പോൾ നമ്മൾ കൊണ്ടുവരുന്നത്. അതായത് അവന് ചട്ടായി, അവന് ഇനി കാലൊക്കെ പൂട്ടി നല്ല വെള്ളം കൊണ്ട് നാളെ തൊട്ടിട്ട് ഇനി ഇങ്ങനെ പൂട്ടിയിടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അഴിച്ചു വിടാം. ആ കാല് പൂട്ടിയിട്ടേക്കണോണ്ട് പുള്ളിക്ക് അങ്ങനെ ഇടവേന്ന് നടന്നു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ അങ്ങനെ ഇടപൂട്ടി നടത്തിയിട്ടൊന്നുമില്ലല്ലോ. ഫസ്റ്റ് ഞാൻ അഴിക്കുമ്പോൾ ഇതേപോലെ ഇടപൂട്ടി കയറൊക്കെ ഇട്ടിട്ട് ആ മരത്തൊക്കെ അല്ലെങ്കിൽ ചങ്ങലകൾ ഇടും, കയറിടും, കാര്യങ്ങളൊക്കെ ഇട്ടിട്ടൊക്കെയാണ് മാറ്റി നിർത്തുന്നത്. പക്ഷെ ഇപ്പം നമുക്കിപ്പോൾ ഓൾറെഡി പിന്നെ നമ്മൾ വേറെ ഒരു പയ്യനെ കൊണ്ടുകൊണ്ട് അഴിപ്പിച്ചാണ്. അപ്പോൾ അവിടെ കയറ്റി നിർത്തി. ഇനി ആൾക്ക് ആവശ്യമായ വെള്ളം കൊടുക്കുക, കയ്യും കാലൊക്കെ കഴുകുക, വെള്ളം കൊടുക്കുക, കയ്യും കാലൊക്കെ കഴുകി വൃത്തിയാക്കണം. ഇനി നമ്മളൊരു 2-3-4 ദിവസത്തേക്ക് അവനെ കൊണ്ട് തന്നെ ആനേനെ കൈകാര്യം ചെയ്യിപ്പിക്കുക. ആനേനെ കെട്ടുന്നെറിയുന്ന, അഴിക്കണത്, കെട്ടണത്, ആനയ്ക്ക് വെള്ളം കൊടുക്കണത്,